കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTO ജെർസനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും. അനധികൃത പണം കൈപ്പറ്റിയോ എന്ന് കണ്ടെത്താൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കും. വിജിലൻസിന് നൽകാനാണ് എന്ന് പറഞ്ഞ ജെർസൺ സഹപ്രവർത്തകരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നും കണ്ടെത്തൽ. രാഗിൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഗിൻ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ബസിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. പണവും അതോടൊപ്പം തന്നെ മദ്യവുമാണ് കൈക്കൂലിയായി വാങ്ങിയത്. ഏജന്റ് മുഖേനയാണ് വാങ്ങിയത്. രണ്ട് ഏജന്റുമാരും ഈ ജെർസനൊപ്പം പിടിയിലായിരുന്നു. സജി, അതോടൊപ്പം തന്നെ രാമപ്പടിയാർ എന്നിവരാണ് പിടിയിലായത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി സംശയമുണ്ടെന്ന് വിജിലൻസിന് ബോധ്യമായത്. മാത്രമല്ല, വിശദമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ അത്തരം ചില വിവരങ്ങൾ കിട്ടി. കൂടാതെ ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൈമാറും. മുൻപും നിരവധി തവണ ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന വിവരവും ചോദ്യം ചെയ്യലിൽ ബോധ്യമായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സഹപ്രവർത്തകരിൽ നിന്നും MVDയിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ സഹപ്രവർത്തകരിൽ നിന്നും ഇയാൾ പണം വാങ്ങിച്ചു. അതായത് വിജിലൻസിന് നൽകാനാണ്, പരിശോധന ഒഴിവാക്കാം എന്ന് പറഞ്ഞാണ് ഇയാൾ പണം വാങ്ങിയത്. പ്രത്യേകിച്ചും വാളയാർ ചെക്ക് പോസ്റ്റിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇയാൾ പണം വാങ്ങിയത്. ഇത് ബോധ്യമായത് വിജിലൻസ് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഈ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു സ്പാർക്ക്, അതായത് ഇത്തരമൊരു വിവരം വിജിലൻസിന് ലഭിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങനെ, ഈ ജെർസന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങനെ വിജിലൻസിന് കൊടുക്കാനാണ് ഈ പരിശോധന ഒഴിവാക്കാം എന്ന തരത്തിൽ ചില പണപ്പിരിവുകൾ നടത്തി കൈക്കൂലി ഇനത്തിൽ വാങ്ങിയിരുന്നു എന്ന്. അത് സംബന്ധിച്ചുള്ള പരിശോധനയും വിജിലൻസ് നടത്തുകയാണ്. എന്തായാലും വ്യാപകമായിട്ടുള്ള കൈക്കൂലിയാണ് ഈ ജെർസൻ നേതൃത്വത്തിലുള്ള സംഘം വാങ്ങിയിരുന്നതെന്നാണ് ബോധ്യമായിരുന്നത്. പ്രത്യേകിച്ചും ഏജന്റിനെ വെച്ച്, അത് പിടിക്കപ്പെടാതിരിക്കാനാണ് ഏജന്റിനെ വെച്ച് ഇയാൾ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിരുന്നത്. കൂടാതെ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ വിദേശ മദ്യങ്ങളടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. വിജിലൻസ് ഓഫീസിൽ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, റിപ്പോർട്ട് കൈമാറും. ഇയാളെ സർവീസിൽ നടക്കം സസ്പെൻഡ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ കാര്യങ്ങൾ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.